എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡലാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ PYQs ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് മീൻസ് കണ്ടൻറ്റ് സെയിം ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മാറ്റിയൊക്കെ. പക്ഷേ നിങ്ങൾ ഈ ഒരു മോഡൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഈ രീതിക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഒന്നാമത്തെ ചോദ്യം എവിടെ ഇത് PYQs അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. നോക്കൂ, എവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആൻ ഇൻഡിജൻ വിഡോ വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. ഓക്കെ, സോ ഇത് ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഹു ഈസ് ദ ഇൻഡിജൻ വിഡോ. ഇതിൽ ആരാണ് ആ ഇൻഡിജൻ വിഡോ എന്ന് പറയുന്നത്? ആരാണ്? നൊമിതാസ് മദർ അല്ലേ, നൊമിതയുടെ അമ്മയാണ് ഇൻഡിജൻ വിഡോ എന്ന് പറയുന്നത്. ദെൻ ഹു ഈസ് ഹർ ഡോട്ടർ റെഫേർഡ് ടു ഹിയർ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മകൾ, ആ ഡോട്ടർ എന്ന് പറയുന്ന ആരാണ്? നൊമിതയാണ് ഉത്തരമായിട്ട് വരുന്നത്. ആൻഡ് ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് മീൻസ് ടു ഹാൻഡ് ഓവർ ഓർ ടു ഡെലിവർ അല്ലെ, കൈമാറുക എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? കൺസൈനിങ് എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ ഈ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വൺ വേർഡ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു മാച്ച് ബോക്സ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ദെൻ ഇനി അടുത്തൊരു ചോദ്യം, മാൻ ആൻഡ് വിമൻ എന്താണ് ഷുഡ് മൂവ് ഫോർവേഡ് ടുഗെദർ സപ്പോർട്ടിങ് ആൻഡ് റെസ്പെക്റ്റിംഗ് ഈച്ച് അതർ ആൻഡ് ബീങ് ഓപ്പൺ ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആൻഡ് സിറ്റുവേഷൻസ്. അപ്പോൾ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഷോർട്ട് എസ്സേ ആയിട്ടോ ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാനൊരു ഇംഗ്ലീഷിൻ്റെ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ ഒരു പ്ലേലിസ്റ്റ്, ഒറ്റ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതെല്ലാവരും പഠിച്ച് വെക്കേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം, വിമൻ എംപവർമെൻറ്റ് ഈസ് എ റിക്വയറിംഗ് തീം ഇൻ മോഡേൺ റൈറ്റിംഗ്സ് വെർ വിമൻ ചാലഞ്ച് സൊസൈറ്റൽ നോംസ് ആൻഡ് ബ്രേക്ക് ഫ്രീ ഫ്രം ദ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് അപ്പോൺ ദം. അല്ലേ, ഇപ്പോൾ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോഗ്രസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഈ വിമൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമെതിരെ എന്താണ് ശബ്ദമുയർത്തി മുന്നോട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദെൻ റൈറ്റ് ആൻ എസ്സേ ഡിസ്കസിങ് ഹൗ ദ തീം ഓഫ് വിമൻ എംപവർമെൻറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ 3 Ls ഓഫ് എംപവർമെൻറ്റ്, മാച്ച് ബോക്സ് ആൻഡ് ഹൊറിഗല്ലു. ഇത് രാവിലെ 3 Lsൻ്റെ വീഡിയോ ചെയ്തപ്പോഴും അതിനും ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ 3 ചാപ്റ്റേഴ്സിലുമായിട്ട് വിമൻ എംപവർമെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 ചാപ്റ്റേഴ്സും കമ്പൈൻ ചെയ്ത് എഴുതാനായിട്ടാണ് ഇവിടെ 8 മാർക്കിൻ്റെ അതൊരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, ആഫ്റ്റർ റിസീവിങ് ഹർ മദേഴ്സ് ലെറ്റർ നൊമിത ഡിസൈഡ്സ് ടു റൈറ്റ് എ റിപ്ലൈ ടു ഹർ മദർ. ഡ്രാഫ്റ്റ് ദ ലെറ്റർ വിച്ച് നൊമിത പ്ലാൻസ് ടു റൈറ്റ്. അതായത് നൊമിതയ്ക്ക് അവളുടെ അമ്മയുടെ കത്ത് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെ തിരിച്ച് അതിനൊരു മറുപടി അയക്കാൻ വേണ്ടിയിട്ട് നൊമിത വിചാരിക്കുകയാണ്. സോ അങ്ങനെ ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെയായിരിക്കും നൊമിത എഴുതുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏത് രീതിക്ക് വേണോ നമ്മുടെ ഐഡിയാസ് അനുസരിച്ച് ആ ഒരു ആൻസർ എഴുതാൻ പറ്റുന്നത് കേട്ടോ. ഇനി അടുത്തൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്, വാട്ട് റീസൺ ഡസ് ആശാപൂർണ ദേബി ഗീവ് ഫോർ കമ്പയറിംഗ് വിമൻ ടു മാച്ച് ബോക്സസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പല PYQസിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് ആശാപൂർണ ദേബി എങ്ങനെയാണ് വിമണിനെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതായത് സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദാറ്റ് ഈസ് വിമണിനെ എന്തുകൊണ്ട് മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അത് 1 വേർഡായിട്ടോ 2 മാർക്കായിട്ടോ 4 മാർക്കായിട്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, ഹൗ ഡു നൊമിതാസ് ഇൻഡിപെൻഡൻസ് ആൻഡ് റെബലിയസ് നാച്ചർ കോൺട്രാസ്റ്റ് വിത്ത് her mother's traditional and self-sacrificing qualities, and what does this reveal about their distinct perspectives on life and family values? ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചൊരു ചോദ്യമാണ്, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. അതായത് നമുക്കറിയാം നൊമിതയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കും, അത്യാവശ്യം റബല്യസ് ആയിട്ട് അല്ലെ ആ സ്യൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ. മീൻസ് അത്യാവശ്യം എല്ലാത്തിനോടും ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നൊമിത എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അവളുടെ അമ്മ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവർക്കെന്ന് പറയുമ്പോൾ അല്ലേ. സെൽഫ് സാക്രിഫൈസിങ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ളവരാണ്, അതായത് സ്വയം ത്യാഗം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഉള്ളവരാണ്
നൊമിതയുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും നൊമിത ആയിക്കോട്ടെ അവളുടെ അമ്മ ആയിക്കോട്ടെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഓക്കെ, സോ ഇത് വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ദർ ഡിസ്റ്റിങ് പെർസ്പെക്റ്റീവ്സ് ഓൺ ലൈഫ് ആൻഡ് ഫാമിലി വാല്യൂസ്. പൊതുവിൽ ഫാമിലീനെ പറ്റിയിട്ടും ലൈഫിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു അവരുടെ പേഴ്സ്പെക്റ്റീവ്സിനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ആ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സിനെ പറ്റി, അതായത് നൊമിതയുടെ ഭാഗത്തു നിന്നും നമ്മൾ അവിടെ ആൻസർ എഴുതണം, അതുപോലെ നൊമിതയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും ആൻസർ എഴുതണം. എന്ന് പറയുമ്പോൾ നൊമിത എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റിയിലായിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാം അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് നൊമിത എന്ന് പറയുന്നത്. മീൻസ് അങ്ങനെയൊന്നും സഹിച്ച് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊക്കെ മാറണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് നൊമിത, അല്ലേ? പക്ഷേ നൊമിതയുടെ അമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എല്ലാം കൃത്യനിഷ്ഠതയോടുകൂടി മീൻസ് അനുസരിച്ച് പോവുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് വരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് അവിടെ ആൻസർ ചെയ്താൽ ചോദിച്ചിട്ടുള്ളത്. അത് ഷോർട്ടസ്റ്റ് ആയിട്ട് ഐ തിങ്ക് 6 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ അത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോൾ നൊമിത ഈസ് ഇൻഫീരിയേറ്റഡ് ബൈ ദ ബിഹേവിയർ ഓഫ് അജിത്. ഓക്കെ, ഷീ ഫീൽസ് പിറ്റി ഫോർ ഹർ മദർ ആൻഡ് ഹർ സെൽഫ്. അതായത് നൊമിതയ്ക്ക് അജിത്തിൻ്റെ ബിഹേവിയർ കൊണ്ട് തീരെ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ നൊമിത കരുതുകയാണ് മീൻസ് അമ്മയോടും ഒക്കെ അങ്ങനെ അനുകമ്പ തോന്നുകയാണ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ ടു ഹർ മദർ റിവീലിംഗ് ദ റിയൽ നാച്ചർ ഓഫ് അജിത്. പ്രിപ്പയർ ദ ലെറ്റർ. അതായത് നൊമിത അവളുടെ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്, അജിത്തിൻ്റെ റിയൽ ക്യാരക്ടർ എന്താണ്. കാരണം നൊമിതയുടെ അമ്മയ്ക്കൊന്നും അറിയില്ലല്ലോ അജിത്ത് ഇത്രത്തോളം ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കറക്റ്റ് അജിത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ് നൊമിതയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നേരത്തെ നമ്മൾ ഇതുപോലൊരു മോഡൽ ചോദ്യം കണ്ടായിരുന്നു. പക്ഷെ അവിടെ ജസ്റ്റ് ഈ ഒരു റിപ്ലൈ ലെറ്റർ എഴുതുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? അമ്മ അയച്ച കത്തിന് മറുപടിയായിട്ട് കൊടുക്കുന്ന രീതിക്ക്. പക്ഷേ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു അജിത്തിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് നൊമിത എഴുതുന്ന കത്ത്. ഓക്കെ, പക്ഷേ കണ്ടൻറ്റ് നമുക്ക് സെയിം ആയിട്ട് തന്നെ വരും. പക്ഷേ കണ്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേണിൽ അവിടെ വ്യത്യാസമുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് അർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം കേട്ടോ. അതായത് വേറൊന്നുമല്ല, നമുക്കറിയാം അജിത്തിൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് അറിയാം, അല്ലേ? സോ അജിത്തിൻ്റെ ഫ്രണ്ടാണ് നമ്മളെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പോൾ അജിത്തിന് കൊടുക്കാൻ പറ്റിയ 4 അഡ്വൈസ് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നും കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് യു ഷുഡ്, വൈ ഡോണ്ട് യു, ഇഫ് ഐ വെയർ യു, വൈ കോണ്ട് യു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ 4 തരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഹിൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഹിൻസ് വെച്ചിട്ട് തന്നെ നമ്മളവിടെ ആൻസർ എഴുതണം. 4 പോയിൻ്റായിട്ടാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ 4 അഡ്വൈസ് ഈ തന്നിട്ടുള്ള ഹിൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അജിത്തിന് കൊടുക്കുന്ന അഡ്വൈസാണ്. ഓക്കെ, ദെൻ ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു ഡിസ്കഷൻ നടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസ്കഷൻ നടന്നു, ഡൊമസ്റ്റിക് വയലൻസ് ആണ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ അന്നേരം നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുകയുണ്ടായി, ഇഫ് വി ആർ ടു ഫൈറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻജസ്റ്റിസ് അഗെയിൻസ്റ്റ് വിമൻ വി മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഹോം. ഓക്കെ, അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷനെതിരെ ഒക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതെവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിനകത്ത് നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫോർ ഇഫ് എ വിമൻ കനോട്ട് ബി സേഫ് ഇൻ ഹർ ഓൺ ഹൗസ് then she cannot be expected to feel safe anywhere. ഓക്കെ, അത് കനോട്ട് ആണ് കേട്ടോ, ഇവിടെ കെമോട്ട് എന്നാണ് ആയത്, പക്ഷേ കനോട്ടാണ്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം വീട്ടിൽ പോലും സ്ത്രീകൾ സേഫ് അല്ല എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരായിട്ട് നമ്മുടെ ഒപ്പീനിയൻ എന്താണ്? അത് 4 പോയിൻറ്റ്സിൽ നമ്മുടെ ഒപ്പീനിയൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെയിൻ ടോപ്പിക് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ട് ജനറലായിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, മീൻസ് ഈ മാച്ച് ബോക്സ് ചാപ്റ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ട്. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ്, കാരണം ഇതിലും അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ടേം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കണം കൃത്യമായിട്ട്, ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ നൊമിതയുടെ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ചും അതും റെയറായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ മേ ബി ഒരു 4 മാർക്കിനൊക്കെ ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക, കാരണം കുറച്ച് കണ്ടൻ്റല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത് രണ്ടും കൂടി നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. നൊമിതയും അജിത്തും മസ്റ്റായിട്ടും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടതാണ് കേട്ടോ. നൊമിതയുടെ അമ്മയുടെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിട്ട് പോയാൽ മതിയാവും. ദെൻ അടുത്ത് ഈ ഒരു ചോദ്യത്തിൽ പറയുന്ന ഒരു കാര്യം, നമുക്ക് ആ ഒരു സ്റ്റോറിയുടെ അവസാനം പറയുന്നുണ്ട് നൊമിതയും ഹസ്ബൻഡിനും ഇടയിൽ ഇതുപോലെ ഒരുപാട് ഇഷ്യൂ വന്നിട്ട് പോലും നൊമിത പിന്നെ കാഷ്വലായിട്ട് വന്ന് വീട്ടിലെ കാര്യങ്ങളും വർക്കിലോട്ട് എൻഗേജ്ഡ് ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഹസ്ബൻഡുമായിട്ട് ഉള്ള ഇഷ്യൂസും കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ആ വീട്ടിലുള്ള ആരെയും നൊമിത അറിയിക്കുന്നില്ല, അല്ലേ? സോ ഈ ഒരു നൊമിതയുടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട്
എന്താണ് അത് നല്ലൊരു പ്രവൃത്തിയാണോ അത്, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണോ അത്. അപ്പോൾ അത് നമ്മുടെ ഒപ്പീനിയൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മീൻസ് ഇങ്ങനെ ഈ പേഴ്സണൽ ലൈഫിലുള്ള ഈ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വീട്ടിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിനെ അറിയിക്കാതെ എല്ലാം ഓക്കെ ആണ് എന്നുള്ള രീതിക്ക് പോകുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി എവിടെ പറയുന്നത് ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഗോയിങ് ടു ഡ്രമാറ്റൈസ് ദ സ്റ്റോറി മാച്ച് ബോക്സ്. നിങ്ങളുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ് എന്ത് ചെയ്യാണ്, മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറീനെ ഒരു നാടക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളാണ് അനൗൺസർ. അങ്ങനെയെങ്കിൽ ഈ ഒരു നാടകം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെ അനൗൺസ് ചെയ്യും. സോ അനൗൺസ്മെൻറ്റിന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ എവിടെയൊക്കെ ആലോചിച്ച് നോക്കൂ, മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുടെ കഥയും കണ്ടൻറ്റും സമ്മറിയൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ രീതിക്ക് എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ മീൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എവിടെയാണെങ്കിൽ അനൗൺസ്മെൻറ്റ് ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം, മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് അവിടെ ആൻസർ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്റ്റോറി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അനൗൺസ്മെൻറ്റിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട്. പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി അവിടെ അടുത്ത 2 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഡിസ്കസിങ് ദ സ്പേസ് ഓഫ് വിമൻ ഇൻ ദ ഫാമിലി. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഫാമിലിക്കകത്ത് വിമൻ്റെ റോള് അല്ലെങ്കിൽ വിമൻ്റെ സ്പേസ് എന്താണെന്നുള്ളത് ബേസ് ചെയ്തിട്ട് ജനറലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാം കേട്ടോ. ഇനി പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ് എംബസൈസിങ് ഇറ്റ്സ് വിമൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, മാച്ച് ബോക്സിന് ഒരു റിവ്യൂ എഴുതാൻ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിനകത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, then എവിടെ നോക്കൂ, നൊമിത വിഷ് ടു സെൻഡ് ഹർ മദർ സം മണി സീക്രട്ട്ലി ബട്ട് ഷീ ഫെയിൽ ടു ഡു ദാറ്റ് ആസ് ഷീ വാസ് അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎംപ്ലോയിഡ്. പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഫോർ യുവർ സ്കൂൾ മാഗസീൻ അബൌട്ട് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു കഥയിൽ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും, അതായത് നൊമിതയ്ക്ക് എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഹസ്ബൻഡിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ അമ്മയ്ക്ക് ആവശ്യമുള്ള ക്യാഷൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ല, എംപ്ലോയ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ, ഹസ്ബൻഡിൻ്റെ വായിരിക്കണമെല്ലാം കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താണ് ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാനാണ് ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്. ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും പ്രാധാന്യം എന്താണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ട് ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ ഫോർമാറ്റും ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഹെഡിങ് കൊടുക്കുക, മാർക്ക് അനുസരിച്ച് പാരഗ്രാഫ് തിരിച്ച് എഴുതി പോവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ പറയുന്നത് നൊമിത സ്യൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ആക്ഷനാണോ അല്ലേ എന്നാണ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ. നൊമിത ഈസ് എ സിമ്പിൾ വിമൻ വിത്ത് എ ടർബുലന്റ് ക്യാരക്ടർ ദാറ്റ് മേ ബി ദ റീസൺ ഫോർ ഹർ സഡൻ ആൻഡ് ഇമ്പൾസീവ് ബിഹേവിയർ ഓഫ് ബേണിംഗ് ഹർ സാരി ഡ്യൂറിംഗ് ദ കോറൽ വിത്ത് അജിത്. ഡു യു ജസ്റ്റിഫൈ ഹർ ആക്ഷൻ? വൈ? ഓക്കെ, നിങ്ങൾ അത് ന്യായീകരിക്കുന്നുണ്ടോ ആ ഒരു ആക്ഷൻ? മീൻസ് സാരി ഇങ്ങനെ കത്തിച്ച് മീൻസ് സ്യൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നല്ലതാണോ, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ട്? അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ചോദ്യമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് എഴുതരുത്. ഇല്ല ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാം കേട്ടോ. ബിക്കോസ് എത്രയായാലും സ്യൂസൈഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് തന്നെ നമുക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് നമുക്ക് ജനറലായിട്ട് എഴുതാം. ഓക്കെ, സോ ഇനി നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു റീസെൻറ്റ് സ്റ്റഡീസ് ഇൻ അവർ കൺട്രി എവറി 4 minutes 1 വിമൻ ഫേസസ് ഡൊമസ്റ്റിക് വയലൻസ്. അതായത് റീസെൻറ്റ് സ്റ്റഡീസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ 4 മിനിറ്റിലും ഓരോ സ്ത്രീയും എന്ത് ചെയ്യുന്നുണ്ട്, ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമാകുന്നുണ്ട്. ഇൻ മാച്ച് ബോക്സ് വി ഗെറ്റ് എ ഗ്ലിംസ് ഓഫ് ദിസ് റിയാലിറ്റി. ആഫ്റ്റർ റീഡിംഗ് ദിസ് സ്റ്റോറി മാച്ച് ബോക്സ് യു ഡിസൈഡ് ടു റൈറ്റ് about the hardships of Nomida in your personal blog. ഓക്കെ, അപ്പോൾ മാച്ച് ബോക്സ് വായിക്കുമ്പോൾ നമുക്ക് അവിടെയും ഈ പറഞ്ഞതുപോലെ നൊമിത അനുഭവിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളൊരു ബ്ലോഗ് എഴുതുകയാണ്. പ്രിപ്പയർ ദ ബ്ലോഗ് പോസ്റ്റ്. യു മേ യൂസ് ദ ഫോളോവിങ് ഹിൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. മീൻസ് ബ്ലോഗ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പം ഇതും ആക്ച്വലി മാച്ച് ബോക്സ് എന്ന് പറയുന്ന കഥ അറിയാം എന്നുണ്ടെങ്കിൽ, സമ്മറി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ, ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ബ്ലോഗിൻ്റെ ഫോർമാറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഒരു മോഡലിൽ തന്നെ ബ്ലർബും ചോദിക്കാറുണ്ട് കേട്ടോ. മാച്ച് ബോക്സ് വായിച്ചതിന് ശേഷം അതിനൊരു ബ്ലർബ് തയ്യാറാക്കും എന്ന് പറഞ്ഞിട്ട് ബ്ലർബിൻ്റെ ഫോർമാറ്റ് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കിട്ടും. സോ ബ്ലർബും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജനറലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ത്രൂ ഔട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ജസ്റ്റ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്താണ്, ഇതിലെ ക്യാരക്ടേഴ്സ് ആരാണ്, ഇതിലെന്തിനെ പറ്റിയാണ് പറയുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ മെയിൻ തീം എന്ന് പറയുമ്പോൾ വിമൻ എംപവർമെൻറ്റ് തന്നെയാണ് അല്ലേ, ഡൊമസ്റ്റിക് വയലൻസ് എതിർക്കുക എന്നുള്ള തീമൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി വായിച്ചിട്ട് പോവുക, വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എഴുതാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, സോ പിന്നെ ഈ പറഞ്ഞ ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റ്സ് കൂടി അറിയാമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. പ്ലേലിസ്റ്റ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് വരാൻ മറന്നു പോരുത്. സോ ഇനി അടുത്ത ഏത് ചാപ്റ്ററാണ് വേണ്ടത് പെട്ടെന്ന് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.